എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൈവശം ഒരു 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളെ 2026 കാത്തിരിക്കുന്നത്. അപ്പോൾ ആ അവസരങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക, അറിയാത്തവരെ ഒന്ന് പരിചയപ്പെടുത്തി തരിക. ഇതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങളുടെ കൈവശം ഒരു 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് സുവർണ അവസരങ്ങളുണ്ട്. 2 പരീക്ഷകളെയാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന ഒരു എക്സാമും ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു എക്സാമും. നിങ്ങളിൽ പല ഉദ്യോഗാർത്ഥികളും ഈ പല പരീക്ഷകളും ഇതിന് മുന്നേ എഴുതിയിട്ടുള്ളവരുണ്ടായിരിക്കാം, ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ളവരുണ്ടായിരിക്കാം, എന്നാൽ കേൾക്കാത്ത ഒരുപാട് കുട്ടികൾ കാണും. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ പരീക്ഷയെ പറ്റി നോക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം എന്ന് പറയുന്നത് ഒരു ലെവൽ 5 പോസ്റ്റ് ആണ്. എന്താണ് ഈ ലെവൽ 5 പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ റെയിൽവേയിൽ ജോലികളെ അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ഈ പറയുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം അനുസരിച്ച് പല തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ലെവൽ 1 എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി എക്സാം ആണ്. ഗ്രൂപ്പ് ഡി 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ് ലെവൽ 1 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലെവൽ 2 എന്ന് പറഞ്ഞാൽ ITI +2 പോലെയുള്ള യോഗ്യതകളുള്ള കുട്ടികൾ എഴുതുന്നതാണ്. NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമും അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ്, ടെക്നീഷ്യൻസിൽ തന്നെ ഗ്രേഡ് 3 പോസ്റ്റുകളെല്ലാം ലെവൽ 2 വരുന്നതാണ്. ലെവൽ 3 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ വരുന്ന ഒരു പോസ്റ്റാണ്. പല ക്ലറിക്കൽ ജോലികളും അതിനകത്ത് വരുന്നതാണ്. ലെവൽ 4 എന്ന് പറയുമ്പോൾ NTPC ഗ്രാജുവേറ്റിൽ തന്നെ വരുന്ന പല പോസ്റ്റുകളും ലെവൽ 4 വരുന്നുണ്ട്. അതിന്റെ മുകളിൽ വരുന്നതാണ് ലെവൽ 5 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം ആണ് ലെവൽ 5 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. 29,000-ഓളം അടുത്താണ് ഇതിന്റെ ബേസിക് പേ വരുന്നത്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത് ഒരു ലെവൽ 5 പോസ്റ്റ് തന്നെയാണ്. ഇതിന്റെ പ്രായപരിധി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സാണ് ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. അത് അൺറിസർവ്ഡ് EWS കാൻഡിഡേറ്റ്സിന്റെ പ്രായപരിധിയാണ്. OBC-കാർക്കും അതുപോലെ തന്നെ SC/ST-കാർക്കും പ്രായത്തിൽ ഇളവുകളുണ്ട്. അധികം താമസിയാതെ തന്നെ ഞാനത് പറഞ്ഞുതരാം. ഇനി സ്വാഭാവികമായിട്ട് സംശയം വരും, ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ കൈവശം BSc, ഡിപ്ലോമ, BTech ഇത് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെ ട്രേഡുകളിൽ? BSc ഇൻ ഫിസിക്സുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, കമ്പ്യൂട്ടർ സയൻസുകാർക്ക്, ഇൻസ്ട്രുമെന്റേഷൻ കൈവശമുള്ള ആളുകൾക്ക്, ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ ഡിപ്ലോമ ഉള്ള ആളുകൾക്കും BTech ഉള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സ്വാഭാവികമായിട്ടും സംശയം വരാവുന്നതാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും പറ്റും. കാരണം നോട്ടിഫിക്കേഷൻ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള 5 ട്രേഡുകളോ ഇതിന്റെ കോമ്പിനേഷൻസിലോ നിങ്ങൾക്കൊരു ഗ്രാജുവേഷനോ അതായത് BTech-ഓ ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാമെന്നാണ്. അപ്പോൾ ഡിപ്ലോമ ഇൻ ട്രിപ്പിൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഇൻസ്ട്രുമെന്റേഷൻകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഇൻഫർമേഷൻ ടെക്നോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റിന്റെ ഒരു സ്വഭാവം എന്ന്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാലറി ഇൻ ഹാൻഡ് അറൌണ്ട് ഈ പറഞ്ഞ പോലെ ഒരു 50K അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ സാലറി കിട്ടുന്ന ഒരു ജോലിയാണ്. സാലറിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും പലരും ഈ പറഞ്ഞ പോലെ അത് സാലറി എത്ര കയ്യിൽ കിട്ടും, ഇൻ ഹാൻഡ് എങ്ങനെയാണ് കിട്ടുന്നത്, ബേസിക് പേ വരുന്നത് 29,000 അല്ലേ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ DA എന്ന് പറയുന്നത് 50% മുകളിലാണ്. നിങ്ങളിപ്പം ബേസിക് പേ വരുന്നത് ഏകദേശം 30,000 ആണെന്നുണ്ടെങ്കിൽ DA ഏകദേശം 15,000 മുകളിൽ DA തന്നെ വരും. അപ്പോൾ 30 + 15 ആകുമ്പോൾ തന്നെ 45,000 ഇൻ ഹാൻഡ് സാലറി ആയി. അതിന്റെ പുറത്ത് നിങ്ങൾക്ക് HR, ട്രാവലിംഗ് അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, യൂണിഫോം അലവൻസ്, അങ്ങനെ ഒട്ടനവധി അലവൻസുകളുണ്ട്. ഓഫ് കോഴ്സ് അതിനകത്ത് ഡിഡക്ഷൻസും കാണും. പക്ഷെ എങ്ങനെ ഡിഡക്ട് ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കൈവശം ഏകദേശം ഇൻ ഹാൻഡ് 50K മുകളിൽ സാലറി ഇനീഷ്യലി തന്നെ കിട്ടുന്ന ഒരു ജോലിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ആൻ ആവറേജ് അത്ര സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം എന്ന് പറയുന്നത്. ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ കേസിൽ ഇത് ലെവൽ 6 പോസ്റ്റ് ആണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലെവൽ 6 എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി പ്രൊമോഷൻ കിട്ടിപ്പോകുന്ന പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറഞ്ഞാൽ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആയിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പ്രൊമോഷൻ കിട്ടിപ്പോകുന്ന പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രായപരിധി വരുന്നത് ഏത് തന്നെയാണ്? 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ തന്നെയാണ് പ്രായപരിധി വരുന്നത്. ഇനി അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യസ്ത ക്വാളിഫിക്കേഷൻ ആണ്. നമ്മുടെ ഗ്രേഡ് 1 പോലെ വളരെ സ്പെസിഫിക് അല്ല, നേരെ മറിച്ച് അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് ട്രേഡുകൾ അവർ പറയുന്നുണ്ട്. അതിനകത്ത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർ വരും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർ വരും, അങ്ങനെ ചില
ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. മെക്കാനിക്കൽ ആൻഡ് അലൈഡ്, അതിനകത്താണ് പ്രൊഡക്ഷൻ വരുന്നത്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വരുന്നത്, മെക്കട്രോണിക്സ് വരുന്നത്, അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. സിവിലുകാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറെ പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. എനി ബിടെക് ബ്രാഞ്ച്, സ്റ്റോർസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ. ആ സ്റ്റോർസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ അവിടെ ബിടെക് ഉള്ള ഏത് ട്രേഡുകാർക്കും ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ളതിനൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഈ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആ കാറ്റഗറി ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി 35ാമത്തെ കാറ്റഗറി നമ്പർ ആയിട്ടായിരിക്കും സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അത് വരെ. DMS എന്നാണ് പോസ്റ്റിന്റെ പേര്. അപ്പോൾ ആ പോസ്റ്റിലേക്ക് ബിടെക് ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ CMT എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റും കൂടി ഇത്തവണത്തെ നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജൂനിയർ എഞ്ചിനീയറിന്റെ ഒഴിവ് കുറവാണ്, ബട്ട് സ്റ്റിൽ ആ ഒരു പോസ്റ്റും കൂടെ ഇത്തവണ ഉണ്ട്. അതിലേക്ക് BSc കെമിസ്ട്രിയോ ഫിസിക്സോ ഉള്ള ആളുകൾക്ക് കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. എഗെയിൻ ഇവിടെയും ഈ പറയുന്ന പോലെ ലെവൽ 6 പോസ്റ്റാണ്. സാലറി ബേസിക് പേ വരുന്നത് 35,000 ആണ്. നമ്മുടെ ഗ്രേഡ് 1നേക്കാൾ 5,000-6,000 രൂപ ബേസിക് പേയിൽ തന്നെ വർധനവുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ ഹാൻഡ് കിട്ടുന്ന സാലറിയിലും നല്ല വർധനവുണ്ടായിരിക്കും. ഇനി ഇതിന് ട്രെയിനിങ് പീരീഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ട്രെയിനിങ് പീരീഡിൽ തന്നെ അറൌണ്ട് ഒരു 56-55K ഒക്കെ അടുത്ത സാലറി കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ ഓൺ ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ 60+ സാലറി കിട്ടുന്ന 70,000 അടുപ്പിച്ചൊക്കെ സാലറി കിട്ടുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇനി അഗെയിൻ അതിനകത്ത് തന്നെ ഫീൽഡ് ഡ്യൂട്ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ ട്രാക്ക് മെഷീനിലൊക്കെ വർക്ക് ചെയ്യുന്ന JE ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അലവൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇനീഷ്യലി ഒരു സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സംശയത്തിന്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OBC NCL കാറ്റഗറിയിലുള്ള നോൺ ക്രീമി ലെയർ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അധികം 3 വർഷവും, SC ST കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അധികം 5 വർഷവും നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ ലൈവ് ആണ്. നിങ്ങൾക്ക് ജൂലൈ 29-ാം തീയതി വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിന്റെ ഇത്തവണത്തെ വേക്കൻസി വരുന്നത് 323 ആണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 140ഓളം ഒഴിവുകൾ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. കഴിഞ്ഞ വർഷം 180 അടുത്ത് മാത്രമേ ഒഴിവുകൾ ഉണ്ടായിരുന്നുള്ളൂ. 323 ഒഴിവ് നല്ലൊരു ഒഴിവാണ്. അപ്ലൈ ചെയ്യാനായിട്ട് മറക്കാതെ ശ്രദ്ധിക്കുക. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം 4100ഓളം വേക്കൻസികളിലേക്കാണ് JE എക്സാം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അതായത് 2025-ല് 2569 ഒഴിവുണ്ടായിരുന്നു. ഇത്തവണ 4100, ഏകദേശം 1500ഓളം ഒഴിവുകളുടെ ഒരു വർധനവ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ കാര്യത്തിൽ 2026-ലെ വേക്കൻസിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ഓർമ്മയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. അപ്പോൾ ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെയിൽവേയിലുള്ള അവസരങ്ങൾ മനസ്സിലാക്കി ഈ എക്സാമിന് തയ്യാറെടുത്ത് തുടങ്ങുക. ഓക്കെ. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ ആണ്. ടെക്നീഷ്യൻസ് എക്സാമിനെ പറ്റിയിട്ട് ഞാൻ ഇതിനു മുന്നേ പല വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ റെയിൽവേയിൽ എളുപ്പത്തിൽ ജോലി നേടാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, അത് ഇങ്ങനെ സാറേ 80-90 കട്ട് ഓഫ് വരുന്ന പരീക്ഷയല്ല, എങ്ങനെയാണ് എളുപ്പത്തിൽ എന്ന് പറയുന്നത്? എളുപ്പത്തിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എക്സാം ബുദ്ധിമുട്ട് ഉള്ളതായിരിക്കില്ല എന്നല്ല, നേരെ മറിച്ച് അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എളുപ്പത്തിലാണ് എന്നുള്ളതാണ്. ഒറ്റ സ്റ്റേജ് പരീക്ഷയാണുള്ളത്. CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ സ്റ്റേജ് പരീക്ഷ. 100 ചോദ്യങ്ങൾ, 100 മാർക്ക്, 1.5 മണിക്കൂറിന്റെ ഒരൊറ്റ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഉള്ളത്. അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, -1/3 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ആ പരീക്ഷയിൽ നിങ്ങൾ മാക്സിമം മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ ലിസ്റ്റിനകത്ത് ഉൾപ്പെടും. ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടാൽ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയും കിട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മുടെ കേരള PSC പോലെയോ ഈ മറ്റേ സപ്ലിമെന്ററി ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ് കാത്തിരിക്കുന്നു അഡ്വൈസിന് വേണ്ടി, അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണ്. ഇതിനകത്ത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് B1 എന്ന് പറയുന്ന കാറ്റഗറിയാണ്. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനലിൽ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 1 നിങ്ങളെ മെഡിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടാൽ ജോലി കിട്ടും. ഓക്കെ. അപ്പോൾ സിംഗിൾ സ്റ്റേജ് CBT ഉള്ള പരീക്ഷ ആയതുകൊണ്ടാണ് ഞാൻ ഇത് എളുപ്പത്തിൽ ജോലി കിട്ടുമെന്ന് പറയാൻ കാരണം. കോമ്പറ്റീഷൻ നല്ല കൂടുതലാണ്. 323 ഒഴിവേ ഓൾ ഇന്ത്യ തലത്തിലുള്ളൂ. തീർച്ചയായിട്ടും അതനുസരിച്ച് പഠിച്ചാലേ കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ ഓൾറെഡി ജൂൺ 30 വന്നു കഴിഞ്ഞു. അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആണ്. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. എക്സാം എന്നായിരിക്കും? ഒക്ടോബർ മാസത്തിലോ നവംബർ മാസത്തിലോ ആയിട്ട് നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. ഇത് ചുമ്മാ പറയുന്നതല്ല, കാൽക്കുലേറ്റഡ് ഗസ് ആണ്. 2024-ലെയും 2025-ലെയും വിവിധങ്ങളായിട്ടുള്ള റെയിൽവേ പരീക്ഷകളെ അതിന്റെ എക്സാമിനേഷന്റെ ഒരു കലണ്ടർ, ടൈം ലൈൻ എല്ലാം കൂട്ടിക്കിഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നോട്ടിഫിക്കേഷൻ ഇട്ട്
4-ാം മാസം കഴിയുന്ന സമയത്ത് ഏകദേശം എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാറുണ്ട് റെയിൽവേ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ മാസം 6-ാം മാസമാണ്, 4-ാമത്തെ മാസം വരുന്നത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിന്റെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അക്കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ സാധ്യത എന്താണ്? ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഒരു ടയർ 1 ഉണ്ടായിരിക്കും. ടയർ 1ന്റെ പ്രത്യേകത എന്താണ്? ടയർ 1ന്റെ പ്രത്യേകത ലാസ്റ്റ് ഇയറിലെ പ്രത്യേകത വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്തവണ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ടയർ 1 കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ്. അതാണ് ട്വിസ്റ്റ്. പല ഉദ്യോഗാർത്ഥികളും ഇവിടെ വീഴും. ടെക്നിക്കൽ, നല്ല രീതിയിൽ ടെക്നിക്കലൊക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികൾ നോക്കുമ്പോൾ ഫസ്റ്റ് ടയർ നോൺ ടെക്നിക്കലാണ്, അറിയാത്ത ഒരു ഏരിയയാണ്. അവിടെ പഠിച്ച് പയറ്റി തെളിഞ്ഞാലാണ് നിങ്ങൾക്ക് ടയർ 2ലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. അഗെയിൻ ഇവിടെ മറ്റൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്വാളിഫയിങ് ആണ്. ടയർ 1-നകത്ത് 100 മാർക്ക് വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇനി ഇതിന്റെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 ചോദ്യങ്ങൾ, 100 മാർക്ക്, -1/3 നെഗറ്റീവ്, 90 മിനിറ്റ്. ഈ രീതിയിലാണ് CBT 1 ഇരിക്കുന്നത്. CBT 2 എന്ന് പറയുന്ന ടയർ 2 പരീക്ഷ, ടയർ 2ലേക്ക് CBT 1 വേക്കൻസിയുടെ 8 ഇരട്ടി ആളുകളെ CBT 2 എഴുതിപ്പിക്കും. 100 ഒഴിവാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 800 ആളുകളെ CBT 1 ക്വാളിഫൈ ചെയ്യിപ്പിച്ച് CBT 2ലേക്ക് കൊണ്ടുവരും. CBT 2ന്റെ പ്രത്യേകത എന്താണ്? CBT 2ന് 2 ഭാഗങ്ങളുണ്ട്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലാണ്. നേരത്തെ പറഞ്ഞ പോലെ നോൺ ടെക്നിക്കലാണ്. ഇത് 50 മാർക്കാണ് വരുന്നത്. പാർട്ട് ബി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടെക്നിക്കലാണ്, 100 മാർക്കാണ് വരുന്നത്. അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്ത് 150 മാർക്കിനായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക. ഈ 150 മാർക്കായിരിക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇതാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ തന്നെ ചാനലിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ റെയിൽവേയുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ അക്കാഡമിയുടെ ചാനലിലും, അക്കാഡമിയുടെ ടെലഗ്രാം ചാനലും റെയിൽവേയുടെ ടെലഗ്രാം ചാനലൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റും, ഇത്തരത്തിലുള്ള വരുന്ന ഒരു അപ്ഡേറ്റും മിസ്സായിരിക്കില്ല. ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരിക? നോട്ടിഫിക്കേഷൻ മോസ്റ്റ് പ്രോബബ്ലി ജൂലൈ മാസം അവസാനമോ ഓഗസ്റ്റ് മാസത്തിലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാം നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4 മാസം നിങ്ങൾ കൂട്ടുക, നോട്ടിഫിക്കേഷൻ വരുന്നതിൽ നിന്ന് 4 മാസം കൂട്ടുക. അത്രയും സമയമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ രീതിയിൽ വേണം നിങ്ങളെ തന്നെ സജ്ജരാക്കാനായിട്ട്. എന്തുകൊണ്ടാണ് ജൂലൈ എൻഡ് എന്ന് പറയാനായിട്ട് കാരണം, ജൂലൈ 15-ാം തീയതി, ഈ വരാനിരിക്കുന്ന ജൂലൈ 15-ാം തീയതി സെക്ഷൻ കൺട്രോളർ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് തന്നെ നമുക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഞാൻ അങ്ങനെ എടുത്ത് ഉറപ്പിച്ച് പറയുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഓൾറെഡി ഇൻഡിക്കേറ്റീവ് നോട്ടീസ് പുറത്തു വന്നു. സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസിലേക്ക് 4100 ഒഴിവുകളിലേക്കായിട്ട് ജൂനിയർ എഞ്ചിനീയർ എക്സാം വിളിക്കുന്നുണ്ട് എന്നുള്ളത് അഡ്വർടൈസ് ചെയ്യാനുള്ള ഉത്തരവൊക്കെ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന പോലെ ജൂലൈ അവസാനമോ ഓഗസ്റ്റിലോ എക്സ്പെക്ട് ചെയ്യാം. എക്സാം നവംബറിലോ ഡിസംബറിലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചുരുങ്ങിയ സമയമാണ്, നമ്മൾ കണ്ണടച്ച് ഓർക്കുമെങ്കിൽ പരീക്ഷയെ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക, പ്ലാനിട്ട്. ഇനി ജൂനിയർ എഞ്ചിനീയർ 2026 എന്തൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്? നോട്ടിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ അവസാനമോ ഓഗസ്റ്റ് മാസത്തിലോ എക്സ്പെക്ട് ചെയ്യാം. 4100 ഒഴിവുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1500ഓളം ഒഴിവുകൾ അധികമാണ് ഈ വർഷത്തിൽ ഉള്ളത്. അതിൽ 35 പോസ്റ്റുകളിലേക്കായിട്ടായിരിക്കും ഇത്തവണ ജൂനിയർ എഞ്ചിനീയർ എക്സാം വിളിക്കുന്നത്. കഴിഞ്ഞ വർഷം 26 പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇത്തവണ 35 പോസ്റ്റ്. ഒഴിവുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പോസ്റ്റുകളുടെ എണ്ണം കൂടും. അപ്പൊ സാധ്യതകൾ, നിങ്ങൾ കടക്കാനുള്ള സാധ്യതകൾ കൂടും. എന്താ കാരണം? ഈ 35 പോസ്റ്റിൽ, സപ്പോസ് നിങ്ങൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാരാണെന്നുണ്ടെങ്കിൽ ഈ 35 പോസ്റ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 8-9 പോസ്റ്റ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം ചിലപ്പോൾ അത് 4-5 പോസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇത്തവണ 8-9 പോസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ 9 പോസ്റ്റിൽ ഏതിന്റെയെങ്കിലുമൊക്കെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരിക്കില്ല പോസ്റ്റുകളിൽ. അപ്പൊ പോസ്റ്റുകളുടെ എണ്ണം കൂടുമ്പോൾ കട്ട് ഓഫുകൾ ക്ലിയർ ചെയ്യാനുള്ള സാധ്യതകളും അതിനോടനുബന്ധിച്ച് കൂടിക്കൊണ്ടിരിക്കും. മൾട്ടിപ്പിൾ പോസ്റ്റുകളുടെ കട്ട് ഓഫുകൾ ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയും കൂടും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 426 ഒഴിവുകൾ സദേൺ റെയിൽവേയിൽ മാത്രമായിട്ട് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സദേൺ റെയിൽവേ എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തും ചെന്നൈയിലുമായിട്ടാണ്. അത് എവിടെയാണ് കൂടുതൽ എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ ആയിട്ട് സാധിക്കുള്ളൂ. അപ്രോക്സിമേറ്റ്ലി 426 വേക്കൻസീസ് സദേൺ റെയിൽവേയിലുണ്ട്. അതിൽ തന്നെ 185ഓളം ഒഴിവുകൾ ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. CBT 1 എക്സാം മോസ്റ്റ് പ്രോബബ്ലി നവംബറിലോ ഡിസംബറിലോ നടക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. എക്സാം ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പേസ്, RRB എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഒരു സ്പീഡ് വെച്ച് കഴിഞ്ഞാൽ എക്സാം എത്രയും പെട്ടെന്ന് തന്നെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി
നമ്മൾ ഒരു 3 കോഴ്സുകളാണ് 3 കോഴ്സുകളാണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കൽ ബാച്ച് CBT1ഉം CBT2ഉം അടങ്ങുന്ന കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കൽ ബാച്ച് ഉണ്ട്. CBT1ഉം CBT2 ഇലക്ട്രോണിക്സും അടങ്ങുന്ന കോംപ്രിഹെൻസീവ് ഇലക്ട്രോണിക്സ് ബാച്ച് ഉണ്ട്. ഇനി നമ്മുടെ CBT1 നോൺ ടെക്നിക്കൽ പാർട്ട് മാത്രം എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി CBT1 ബാച്ചും നമ്മൾ 2026 ഇറക്കുന്നുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് വേണ്ടിയിട്ട് 2026 നമ്മൾ ഓൾറെഡി ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആ കോഴ്സും എടുത്ത് പഠിക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കാം. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഓരോ കോഴ്സിനെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിന് നമ്മൾ 120 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും പഠിക്കേണ്ടത് എന്താണെന്നുള്ളതും ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് സ്റ്റഡി പ്ലാനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു കോഴ്സാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും ഇതേ രീതിയിൽ നമ്മൾ വ്യക്തമായ സ്റ്റഡി പ്ലാനോട് കൂടെയാണ് നമ്മുടെ കോഴ്സുകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.